ഇപ്രാവശ്യത്തെ ഓണം എക്സാം ടഫ് ആകും. അപ്പോൾ അതിൻ്റെ കാരണം എന്തായിരിക്കും? നമുക്ക് ഈ ഒരു ന്യൂസ് നോക്കി നോക്കാം. ഒന്നാം പാദ വാർഷിക പരീക്ഷ ഓഗസ്റ്റ് 19 മുതൽ. ഇവിടെ നിങ്ങൾക്ക് ഓഗസ്റ്റ് 20-നാണ്. ഇത് മൊത്തത്തിലാണ് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ടൈം ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഒന്നാം പാദ വാർഷിക പരീക്ഷ ഓഗസ്റ്റ് 19 മുതൽ 29 വരെ നടത്തും. ഈ വർഷം 5 മുതൽ 9 വരെ ക്ലാസ്സുകളിൽ സബ്ജക്റ്റ് മിനിമം നടപ്പാക്കും. കഴിഞ്ഞ വർഷം 8-ാം ക്ലാസ്സിൽ ഇത് നടപ്പാക്കി 80,000 കുട്ടികൾ പിറകോട്ട് പോയി. ഇവർക്ക് അഡീഷണൽ ക്ലാസ് നൽകി പരീക്ഷ എഴുതി വിജയിപ്പിച്ചുവെന്ന് മന്ത്രി അറിയിച്ചു. എന്താ മക്കളെ ന്യൂസ്? നിങ്ങളോട് കുറേ വട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് മിനിമം, അതായത് മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ ഇനി അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങളെ പാസ്സാക്കി വിടുള്ളൂ. അതായത് മിനിമം 30% നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടാവണം. എന്നാലാണ്, ഇല്ലെങ്കിൽ ആ സ്കോർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താവും, റീ എക്സാം നടത്തും. എന്നിട്ടാണ് അതിൽ മാർക്ക് വാങ്ങിയാലാണ് അടുത്ത കൊല്ലത്തേക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. അങ്ങനെ കഴിഞ്ഞ കൊല്ലം അത് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ 8-ാം ക്ലാസ്സിലെ 80,000 കുട്ടികളടക്കം ഫെയിലായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഫെയിൽ ആയതുകൊണ്ട് അവർക്ക് പിന്നെയും റീ എക്സാം ഒക്കെ നടത്തിയിട്ടാണ് അടുത്ത 9-ാം ക്ലാസ്സിലേക്ക് അവരെ ജയിപ്പിച്ച് വിട്ടത്. അപ്പോൾ അതേ ഒരു സിസ്റ്റമാണ് നിങ്ങൾക്കും 5-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഈ ഒരു കാര്യം നടത്താൻ പോവുകയാണ്. അപ്പോൾ ഒന്നാമത് നമ്മുടെ പ്രശ്നം 6-ാം ക്ലാസ്സിൻ്റെ സിലബസ് മാറി കുറച്ചുകൂടി ടഫായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പബ്ലിക് എക്സാമിൻ്റെ കാര്യമല്ലേ? അപ്പോൾ ഓണം എക്സാം ആയിട്ട് എന്താ ഇതിന് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പബ്ലിക് എക്സാം അങ്ങ് ടഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഫെയിൽ ആവുന്ന കുട്ടികളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യമേ ആ ഒരു എക്സാമിൻ്റെ പാറ്റേൺ ആയിട്ടൊന്ന് പരിചയം, അല്ലെങ്കിൽ അത്രയും ടഫായിട്ടുള്ള ഒരു എക്സാം ഒറ്റയടിക്ക് തരാതെ അതുമായിട്ടൊന്ന് പരിശീലനം തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഓണം എക്സാം, ഫസ്റ്റ് ടേം എക്സാമും സെക്കൻഡ് ടേം എക്സാമും ഓണപരീക്ഷയും ക്രിസ്മസ് എക്സാം ഒക്കെ നിങ്ങൾക്ക് എന്താവും, കുറച്ച് ടഫാക്കിയിട്ട് ഒന്ന് പാറ്റേൺ ഒക്കെ മാറ്റി സിലബസിലെ ഓരോ ഏരിയ, അല്ലെങ്കിൽ നമ്മൾ നോക്കാത്ത പ്രതീക്ഷിക്കാത്ത ഏരിയ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് ഒന്ന് പാറ്റേൺ ഒക്കെ മാറ്റി കുറച്ചുകൂടി ടഫാക്കിയിട്ട് ഹയർ ലെവലായിട്ട് മാറ്റിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഓണം എക്സാം ക്രിസ്മസ് എക്സാം ഒക്കെ നടത്തുക. അപ്പം നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ടഫായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം വരില്ല. നിങ്ങൾ ഓൾറെഡി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫേസ് ചെയ്തിട്ട് പോയുള്ളവരായതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഫസ്റ്റ് എക്സാം ആയിട്ടുള്ള ഓണപരീക്ഷ, ഫസ്റ്റ് ടേം എക്സാം എന്ത് ചെയ്യാൻ പോവുകയാണ്, ടഫാക്കാൻ പോവുകയാണ്. അപ്പോൾ പാറ്റേണിന് മാറ്റം ഉണ്ടാവും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഏരിയ എന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സിലബസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഓണപരീക്ഷയിൽ ഫസ്റ്റ് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിനെ വളരെ സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ട് പഠിച്ചു തുടങ്ങിയാലാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ, നിങ്ങൾ ജസ്റ്റ് മിനിമം മാർക്കിനെ അല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾ എയിം ചെയ്യേണ്ടത് ഫുൾ മാർക്കിനെയാണ്, അല്ലെങ്കിൽ ഫുൾ എ ഗ്രേഡിനെയാണ് നിങ്ങൾ എയിം ചെയ്യേണ്ടത്. അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് ഓണപരീക്ഷ ആയാലും ക്രിസ്മസ് എക്സാം എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾ വിചാരിച്ച ഒരു സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഓണപരീക്ഷയ്ക്ക് ചാപ്റ്റേഴ്സ് കുറവാണ്. ഇനി ക്രിസ്മസ് എക്സാം ആകുമ്പോഴേക്കും ഒന്നുകൂടി ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടും. പബ്ലിക് എക്സാം ആകുമ്പോഴേക്കും ഒരുപാട് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ പരീക്ഷയ്ക്ക് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് ആ സിലബസിലെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എക്സ്ട്രാ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാച്ചിലൊക്കെ ആണെങ്കിൽ നമ്മുടെ സിലബസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. റിവിഷൻ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മുടെ യുവ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓരോ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റിവിഷൻ നിങ്ങൾ ജസ്റ്റ് പഠിച്ചു പോയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്രാവശ്യത്തെ ഞാൻ പറഞ്ഞല്ലോ, സിലബസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അപ്പോൾ നിങ്ങൾ വളരെ എല്ലാ കാര്യങ്ങളും ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുക്കും മൂലയും നിങ്ങൾ അരച്ച് കലക്കി പഠിച്ചിരിക്കണം. എന്നാലാണ് ഇതുപോലൊരു എക്സാമിനൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യുക. റിവിഷൻ ക്ലാസ് ഒന്നും മിസ്സാക്കാതിരിക്കുക. ജസ്റ്റ് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, റിവൈസ് ചെയ്യാനുള്ള ടൈം കൂടി നിങ്ങൾ കാണണം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വളരെ സീരിയസ് ആയിട്ട് ഈ ഓണപരീക്ഷേനെ കണ്ടുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ എക്സാമിനറിൽ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു ഓണപരീക്ഷ നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങണം. അപ്പോൾ എല്ലാവർക്കും all the very best.